ഹലോ ഗൈസ്, എന്താണ് സുഖല്ലേ? അപ്പൊ ഞാന് കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനത്തെ ഒക്കെ. അപ്പൊ അങ്ങനെ അറ്റ്ലാസ്റ്റ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എങ്ങനെ തുടങ്ങണം എന്നൊക്കെ കുറെ ആലോചിച്ചു. അപ്പൊ വിചാരിച്ചാൽ നമ്മളെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാം. അപ്പോ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ എന്റെ പേര് ജോബിത എന്നാണ്. ഞാൻ ബേസിക്കലി വർക്ക് ചെയ്യാണ്, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്നെ കുറിച്ചൊരു ബ്രീഫ്. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അതൊന്നും ബ്രീഫ് ചെയ്ത് തരാം. അപ്പൊ വിചാരിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ദുബായിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദുബായ് ലൈഫ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ദൃശ്യാവിഷ്കരണം, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ശരിക്കും നമ്മുടെ പച്ചയായ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഫിലിമിൽ അങ്ങനെ കാണുന്ന പോലെ സാധനേ അല്ല. ഞാനിതുപോലെ നാട്ടിലാവുമ്പോൾ ഭയങ്കര ഡ്രീം ഒക്കെ ആയിട്ട് വന്നായിരുന്നു. ഞാൻ വിചാരിച്ചോട്ടെ ലക്ഷറി ലൈഫ് അജാതി പൊളി എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോ ആണ് എനിക്ക് റിയാലിറ്റി മനസ്സിലാവും. അപ്പൊ അതുപോലെ ഇവിടുത്തെ ആക്ച്വൽ ആയിട്ടുള്ള റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു സാധനം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്ഥലത്തേക്ക് പോകും. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങൾ അഫോർഡബിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെ, അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ആളുകളൊന്നുമില്ല. നാട്ടിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ റിലേറ്റീവ്സ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. എപ്പോഴാണെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുന്ന ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ മെയിൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴാണോ കാണുന്നത് അപ്പൊ നമ്മൾ ഒരു ചായ കുടിച്ചാലോ, ഒരു കോൾ ചെയ്യും, എന്നിട്ട് പറയും ഒരു ചായ കുടിച്ചാലോ, സിറ്റ് അപ്പൊ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിപ്പോകും. അതാണ് ഇവിടുത്തെ മെയിൻ. എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉള്ള ഒരു സംഭവം ഇതായിരുന്നു കേട്ടോ, ഇഷ്ടമായ ഒരു കാര്യം. നാട്ടിലെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു 7 മണിക്ക് വീട്ടിൽ കയറുന്ന, 7 മണിക്ക് കൂടണയണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഈ രാത്രി 9 മണി 10 മണിക്ക് പോയി ചായ കുടിക്കുക, എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറയാം. നമ്മൾ നാട്ടിൽ ചായക്കടയിലൊക്കെ ചായ കുടിക്കില്ലേ, ആ സാധനം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പൊ ഞങ്ങള് ആ ഒരു വൈബ് ഇഷ്ടമുള്ളതാണ്. ഞങ്ങൾ എപ്പോഴും ചായ കുടിക്കാൻ പോകും പല പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ മെയിൻ കുറച്ച് സ്പോർട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മള് കുറച്ച് പാവങ്ങളായതുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കേ പോകുള്ളൂ. അപ്പൊ അങ്ങനത്തെ അഫോർഡബിൾ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ചായ അങ്ങനത്തെ ഐറ്റംസ് ആയാലും ഭക്ഷണം കഴിക്കാൻ പോകുന്നതായാലും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ ഡെയിലി ഒരു ജോലിക്ക് മുമ്പുള്ള റുട്ടീൻ, അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മള് എന്ത് സാധനങ്ങളും, നമ്മൾ സാധാരണക്കാര് മിഡിൽ ക്ലാസ് ആൾക്കാർ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എന്ത് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും അതിന്റെ ഒരു കമ്പാരിസൺ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എവിടെയാണ് ഏറ്റവും കുറവിന് കിട്ടുന്നത്, കൂടുതൽ നമ്മൾ ഒരിക്കലും നോക്കില്ല. ഏറ്റവും കുറവിന് ആഴ്ചയിലത്തെ ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് നമുക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് ആൾക്കാർ കയറി വരുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങൾ അറിയില്ല. നാട്ടിൽ നിന്ന് ആൾക്കാർ, എനിക്കറിയാം, എന്റെ കുറെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പൈസ ചെലവാക്കി സാധനങ്ങളൊക്കെ വാങ്ങി, ബ്ലേസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി ഒരുപാട് ചെലവാക്കി വരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇവിടുത്തെ ഇൻഡോർ സ്കീമൊക്കെ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യണം, അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഡ്രസ്സിംഗ് പ്രൊഫഷണൽസ് അല്ല, മാക്സിമം ചെലവ് കുറച്ച് എങ്ങനെ ജോലി അന്വേഷിച്ച് വരുന്നവർക്കൊക്കെ അങ്ങനത്തെ അഡ്വൈസസ് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്റെ ഫീൽഡ്, എന്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന ഫീൽഡ്, അവരുടെയൊക്കെ എങ്ങനെ ഈസിലി ജോലി കിട്ടാം, അവരൊക്കെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ, അതൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടന്റ്സ് ആയിരിക്കുക. അപ്പോ ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇൻട്രൊഡക്ഷനും എന്തൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്ന വീഡിയോസിൽ ഇങ്ങനെ കുഞ്ഞിതായിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതോടുകൂടെ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ പുതിയ ചാനലാണ്, നിങ്ങൾ ആരെ കുറിച്ച് അറിയില്ല, നിങ്ങൾക്ക് നമ്മളെന്നെ അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് നമ്മളെന്നെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും ശരി. അപ്പൊ പിന്നെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.